എന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നമുക്കറിയാം അതിന് രാഷ്ട്രീയ കാരണങ്ങൾ, വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ ബി.ജെ.പിക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ നേട്ടമുണ്ടായ മണ്ഡലങ്ങളിൽ പോലും 2020ക്കും മറ്റും വളരെ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നത് പോലുള്ള അതെ എന്ന് ആ രീതി അത് എന്തുകൊണ്ട് എന്ന് നമുക്ക് തന്നെ സംശയം തോന്നുന്ന തരത്തിലുള്ള മത്സര ചിത്രമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അത് വെച്ച് ചോദിക്കുമ്പോൾ വസ്തുതകൾ ആലോചിച്ചാൽ ഒരുപക്ഷെ സാധാരണക്കാരുടെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടാവില്ല ദാസ്. ഞാൻ വിചാരിക്കാറുണ്ട്, അതായത് എല്ലാ മുഖ്യമന്ത്രിയെ ഏറ്റവും ഒടുവിൽ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ കോടതി വിധി കഴിഞ്ഞ് ഇറങ്ങി വന്നൊരു വരവുണ്ടല്ലോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്തിനായിരുന്നു ഇത്, വെറും ഭരണത്തിന് വേണ്ടി മാത്രം, പൊളിറ്റിക്കൽ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ബി.ജെ.പി ചെയ്യിച്ചതാണ് എന്ന് നമുക്കറിയാവുന്ന, അതായത് കഴമ്പുണ്ടാകണ്ട, കാരണം ഉണ്ടാവേണ്ട, കാരണം ഉണ്ടാക്കുകയാണ്. ബി.ജെ.പി സർക്കാർ ചെയ്യുന്നത് മുഴുവൻ അങ്ങനെയാണ്, കാരണം ഉണ്ടാക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കളുള്ള എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ചെയ്യുകയാണ്. മമതാ ബാനർജി അവിടെ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, തമിഴ്നാട്ടിൽ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് മാത്രം പരിഗണന ഉണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അത്ര വലിയ അപരാധമാണോ?